ഒരു വിശ്വാസിയായ വ്യക്തി അവന്റെ ജീവിതത്തിൽ പ്രായപൂർത്തിയാകുന്ന സമയത്ത് നിർബന്ധമായും എടുക്കേണ്ട 2 തീരുമാനങ്ങളുണ്ട്. നാം പലപ്പോഴും നമ്മുടെ ഐഹിക ജീവിതത്തിൽ പല തീരുമാനങ്ങളും എടുത്ത് അത് നടപ്പാക്കാൻ ശ്രമിക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ ആഖിറ വിജയം രക്ഷപ്പെടാൻ, ആഖിറത്തിൽ വിജയിച്ചവരുടെ കൂട്ടത്തിൽപ്പെടാൻ 2 തീരുമാനങ്ങൾ നമ്മൾ ഇവിടെ നിന്നും എടുക്കൽ അനിവാര്യമാണ്. ഒന്നാമത്തത്, നിർബന്ധമായ കാര്യങ്ങൾ പ്രവർത്തിക്കുമെന്നും നിഷിദ്ധമായ കാര്യങ്ങൾ ഉപേക്ഷിക്കുമെന്നും നമുക്ക് പ്രായപൂർത്തിയാകുന്ന സമയത്ത് നാം തീരുമാനമെടുക്കണം. നമ്മുടെ മക്കൾ പ്രായപൂർത്തിയാകുമ്പോൾ അവരെ കൊണ്ട് ഈ തീരുമാനം നാം നിർബന്ധമായും എടുപ്പിക്കണം. നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായി നാം ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം പ്രവർത്തിക്കുമെന്നും എന്തെല്ലാം നിഷിദ്ധമായ കാര്യങ്ങൾ അള്ളാഹു ഒഴിവാക്കണമെന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ടോ അത് മുഴുവനും ഒഴിവാക്കുമെന്നും മനസ്സുകൊണ്ട് ദൃഢനിശ്ചയം ചെയ്യൽ ഓരോ പ്രായപൂർത്തിയായ വ്യക്തികൾക്കും നിർബന്ധമാണ്. രണ്ടാമത്തത്, നിസ്കാര സമയം പ്രവേശിച്ചാൽ ഖളാ ആകും മുമ്പ് നിസ്കരിക്കുമെന്ന് തീരുമാനിക്കണം. നാം ഏത് തിരക്കിലാണെങ്കിലും ഏത് പരിപാടിയിലാണെങ്കിലും നിസ്കാരം ഒഴിവാക്കിയിട്ടുള്ള ഒരു പരിപാടിയും ഒരു തിരക്കും നമുക്ക് ആവശ്യമില്ല. കാരണം നമ്മളാരും ഈ ദുനിയാവിൽ കാലാകാലം താമസിക്കാൻ വേണ്ടി വന്നവരല്ല. നമ്മൾ ഈ ദുനിയാവിൽ അല്പകാലം മാത്രം താമസിക്കാൻ വന്നവരാണ്. അതുകൊണ്ട് ആഖിറമാണ് നമ്മുടെ ലക്ഷ്യമെന്ന ഉറച്ച ബോധ്യത്തിൽ ഒരു വഖത്ത് നിസ്കാരം പോലും ഖളാ ആകാതെ കൃത്യമായി നിസ്കരിക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്ന നല്ല മുഅ്മിനീങ്ങളായി നാം ഓരോരുത്തരും മാറണം. അതുകൊണ്ട് ഈ 2 തീരുമാനങ്ങൾ നമ്മുടെ ഖൽബ് കൊണ്ട് നാം എടുക്കണം. ഇതുവരെയും ആരും എടുത്തിട്ടില്ലെങ്കിൽ ആ തീരുമാനങ്ങൾ ഇപ്പോൾ തന്നെ എടുക്കണം. എന്നിട്ട് അള്ളാഹുവിനോട് തൗബ ചെയ്ത് ഖേദിച്ച് മടങ്ങി കഴിഞ്ഞുപോയ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ പറഞ്ഞുകൊണ്ട് പൊരുത്തപ്പെടിക്കണം. അള്ളാഹു നമ്മളെ ഖൈറിന്റെ അഹ്ലുകാരിൽ